ഹായ് ഓൾ, ഐ എം കീർത്തി സഹദേവൻ. വെൽക്കം ടു മൈ ചാനൽ ടെക് നോട്ട്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി VLSIയുടെ കുറേ ടോപ്പിക്സ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സസ് കേട്ട് പഠിക്കുക. സോ KTUവിൻ്റെ സിലബസിലെ മൊഡ്യൂൾ 4, 5, 6 ഓൾറെഡി ക്ലാസ്സസ് അപ്ലോഡാണ്. മൊഡ്യൂൾ 3യും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VLSIയിൽ KTU സിലബസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ ഇന്നത്തെ വീഡിയോയിലുള്ളത് 4th മൊഡ്യൂളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. 4th മൊഡ്യൂളുള്ള ഏതൊക്കെയാണ്? പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്, കോംപ്ലിമെന്ററി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്, ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്. ഈ 3 ടോപ്പിക്കാണുള്ളത്. അതിന്റെ ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെന്റേഷൻ ആണുള്ളത്. അത് ഓൾറെഡി വിത്ത് എക്സാമ്പിളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കേട്ട് പഠിക്കുക കേട്ടോ. അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം. സോ ഈ 3 ലോജിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടോ. അത് മാത്രമല്ല NMOS എന്താണ് വീക്ക് 1 പാസ് ചെയ്യുക, PMOS എന്താണ് വീക്ക് 0 പാസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അതും ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതും കേട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂൾ 4 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് KTUവിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമ്മൾ ഓൾറെഡി അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ഓരോന്നിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കേട്ട് പഠിക്കുക. എങ്കിൽ ഏകദേശം നിങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും എന്തൊക്കെയാണ് ആൻസർ എഴുതേണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2018 മെയ് റെഗുലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. അതിൽ മൊഡ്യൂൾ 4 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് മെൻ ബൈ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്? വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് NMOS ആൻഡ് PMOS ട്രാൻസിസ്റ്റേഴ്സ്? ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിലൊരു 2 മാർക്കായിരിക്കും പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക് എന്താണെന്ന് എഴുതാൻ, ബാക്കി 3 മാർക്ക് എന്താണ് അതിന്റെ ഡിഫറൻസ് എഴുതാനാണ്. NMOS PMOS ഡിഫറൻസ് ആണ്. ആദ്യം വാട്ട് ഈസ് മെൻ ബൈ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ബേസിക് എഴുതുക. ഇങ്ങനെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് ട്രാൻസിസ്റ്റർ ആയിട്ട് നമ്മൾ ഏത് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുക? NMOS ആണ് യൂസ് ചെയ്യുക. അതിന്റെ ഗേറ്റിലേക്ക് ഒരു കൺട്രോൾ ഇൻപുട്ട് കൊടുക്കും. NMOS ഓൺ ആകുകയാണെങ്കിൽ ഈ പാസ് വേരിയബിൾ എന്താണോ അതിങ്ങോട്ടേക്ക് പാസ് ആവും. ദാറ്റ് മീൻസ് നമുക്ക് A*B എന്നുള്ളൊരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ A എന്നുള്ളത് കൺട്രോൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, B എന്നുള്ളത് പാസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇനി പ്ലസ് A⁻B വേണമെങ്കിൽ A കൺട്രോൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, B പാസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഈ ഇതാണ് എന്റെ ഒരു ജനറൽ ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു ആൻഡിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒരു ഇംപ്ലിമെന്റ് ചെയ്തൊരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ എക്സാമ്പിൾ വരയ്ക്കാം. അപ്പൊ അത് മതി. വാട്ട് ഈസ് മെൻ ബൈ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്. പിന്നെ എന്റെ വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് NMOS ആൻഡ് PMOS? NMOSും PMOSും ട്രാൻസ്മിഷനുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. NMOS വീക്ക് 1 പാസ് ചെയ്യുള്ളൂ, PMOS വീക്ക് 0 പാസ് ചെയ്യുള്ളൂ. ഓക്കെ, NMOS പാസ് വീക്ക് 1 ആൻഡ് സ്ട്രോങ് 0. PMOS എന്തിനാണ് പാസ് ചെയ്യുക? വീക്ക് 0യും സ്ട്രോങ് 1നെയാണ് പാസ് ചെയ്യുക. അത് എന്താണ് റീസൺ എന്നൊക്കെയുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഡയഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളത് കേട്ട് പഠിക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 3 മാർക്ക് എഴുതേണ്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ 5 മാർക്കാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതിനൊരു 2 മാർക്ക്, ഇതിന് 3 മാർക്ക്. 3 മാർക്ക് എഴുതേണ്ടുള്ളൂ. സോ NMOSന്റെ എന്താണ് വീക്ക് 1 എന്നും PMOSന് എന്താണ് വീക്ക് 0 എന്നും അതിന്റെ ഒരു ചെറിയൊരു ഡയഗ്രാം ഉണ്ടല്ലോ, ആ ഡയഗ്രാം വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ആൻ XOR ഗേറ്റ് ഇൻ പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്. പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ എങ്ങനെയാണ് XOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് 3 ഇൻപുട്ട് XOR ആയിരുന്നു. A XOR B XOR C ആണെങ്കിൽ എങ്ങനെയാണെന്നാണ്. അങ്ങനെ അത് എക്സാമ്പിൾ ഇവിടെ നമ്മൾക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. 2 ഇൻപുട്ട് ആണോ 3 ഇൻപുട്ട് ആണോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 2 ഇൻപുട്ട് വരച്ചാലും മതിയാവും കേട്ടോ. ഇല്ല നിങ്ങൾക്ക് 3 ഇൻപുട്ട് വരയ്ക്കണമെങ്കിൽ 3 ഇൻപുട്ടും വരയ്ക്കാം. ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ആദ്യം എന്താണ് XOR ഗേറ്റ് എന്നും അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം എന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ എന്താണ് XOR ഗേറ്റ് എന്നും XORന്റെ ഫംഗ്ഷനോ അതിന്റെ ട്രൂത്ത് ടേബിളും ഒക്കെ ഒന്ന് വരച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 ഇൻപുട്ടിന്റെയും വരയ്ക്കാം കേട്ടോ. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ വെറുതെ വീണ്ടും ടൈം കളയണ്ടല്ലോ, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതായിരുന്നു ഡയഗ്രാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കുക. ഇനി 2 ഇൻപുട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ A XOR B മതിയെങ്കിൽ നമുക്കറിയാലോ A XOR B എന്ന് വെച്ചാൽ എന്താണ്? A⁻B പ്ലസ് AB ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ മാത്രമേ വരുള്ളൂ. A⁻B എന്ന് പറയുമ്പോൾ A കൺട്രോൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക, B പാസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ A⁻B ആവും. AB പ്ലസ് എന്ന് പറയുമ്പോൾ പാരലായിട്ട് A⁻B എന്താണ്? A കൺട്രോൾ ഇൻപുട്ടും B പാരലായിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു സെക്ഷൻ മാത്രമേ വരുള്ളൂ. എന്താണ് 2 ഇൻപുട്ട് XOR. ഞാനത് ഇവിടെ ഡയഗ്രാം വരച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് തനിയെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ 3 ഇൻപുട്ടും ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ മറക്കാതെ എന്താണ് ആദ്യം എന്താണ് XOR ഗേറ്റ് എന്നും അതിന്റെ ട്രൂത്ത് ടേബിളും ഫംഗ്ഷൻ ഒക്കെ എഴുതിയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് രണ്ടുമായിരുന്നു അതിൽ മെയിൻ ആയിട്ട് ചോദിച്ചത് 2018. പിന്നെ
പിന്നെ 2018 ഒരു CMOS ലോജിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഈ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. 5 മാർക്ക് 5 മാർക്ക് 10 മാർക്ക്, പിന്നെ 5 മാർക്ക് CMOS ലോജിക്കിന്റെ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത നെക്സ്റ്റ് ഇയറിൽ 2019 മെയില് റെഗുലർ ആൻഡ് സപ്ലിമെന്ററിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്മിഷൻ ഗേറ്റ്. ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ സ്ട്രക്ചറും വർക്കിംഗും എക്സ്പ്ലെയിൻ ചെയ്യുക. സ്ട്രക്ചർ ഇതാണ് ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ. ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എൻമോസും പിമോസും പാരലലി കണക്ട് ചെയ്താണ്. നമുക്ക് ഇതെന്താണ്? എൻമോസിന്റെ ഗേറ്റിലേക്കാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. മറ്റേലെ പോലെ തന്നെ പാസ് ട്രാൻസ്ഫർ ലോജിക്കിലെ പോലെ തന്നെ ഒരു എൻമോസ് ഉണ്ടാവും. എൻമോസിന്റെ ഗേറ്റിലേക്ക് കൺട്രോൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു. പാസ് ചെയ്യേണ്ട സിഗ്നലിന്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇവിടെ പ്ലസ് ഇവിടെ എന്തുണ്ട്? ട്രാൻസ്മിഷൻ ഗേറ്റ് ആകുമ്പോൾ ഇതിന് പാരലായിട്ടൊരു പിമോസും കൂടി ഉണ്ടാവും. എൻമോസിലേക്ക് കൺട്രോൾ സിഗ്നൽ ആണെങ്കിൽ അതിന്റെ ഇൻവേർട്ടഡ് ടൈം ആണ് ഇവിടേക്ക് കിട്ടുക. അപ്പൊ അതിൽ സ്ട്രക്ചറിൽ തന്നെ ഇവിടെ നിന്നൊരു ഇൻവേർട്ടർ കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ കൺട്രോൾ ഇൻപുട്ട് എന്താണോ അത് എൻമോസിന്റെ ഗേറ്റിലേക്ക് പാസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഇൻവേർട്ട് ആയിട്ടുള്ള ടൈം ഇവിടെ പിമോസിലേക്ക് എത്തും. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ വർക്കിംഗ് എഴുതാൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺട്രോൾ സിഗ്നൽ ഹൈ ആകുമ്പോൾ എന്താവും? എൻമോസ് ഓൺ ആവും. അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ ഹൈ ആകുമ്പോൾ ഇതിന്റെ ഇൻവേർട്ടഡ് ആണ് ഇവിടെ കിട്ടുക. ഇത് ഹൈ ആണെങ്കിൽ ഇവിടെ ലോ ആയിരിക്കും. ലോ വന്നാൽ പിമോസ് ഓൺ ആവും. അപ്പൊ ഇതൊരു ബൈഡയറക്ഷണൽ സ്വിച്ച് ആണ്. ഹൈ വരുമ്പോൾ എൻമോസ് ഓൺ ആവും, പിമോസ് ഓൺ ആവും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതാം. നമ്മൾ പാസ് ട്രാൻസ്ഫർ ലോജിക്കിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു എന്ത്? അവിടെ എൻമോസ് മാത്രമാണ് യൂസ് ചെയ്യുക. എൻമോസ് എന്ന് വെച്ചാൽ വീക്ക് വണ്ണിനെയാണ് പാസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇൻപുട്ട് VDD ആണെങ്കിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? VDD മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കും. ത്രെഷോൾഡ് വോൾട്ടേജ് മൈനസ് ചെയ്തിട്ടേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് വീക്ക് 1 ആണ് കിട്ടുക. ഇപ്പൊ VDD 5 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിലും 5 വോൾട്ട് കിട്ടുന്നില്ല, ഒരു 4.3 കിട്ടുന്നുള്ളൂ. ഇൻ കേസ് ത്രെഷോൾഡ് വോൾട്ടേജ് 0.7 ആണെങ്കിൽ VDD 5 വോൾട്ട് ആണെങ്കിൽ 5 മൈനസ് 0.7 ഒരു 4.3 കിട്ടുള്ളൂ. ഡിപ്പെൻസ്. ത്രെഷോൾഡ് വോൾട്ടേജ് എന്താണ് ജനറലി പറയുകയാണെങ്കിൽ VDD മൈനസ് VTN എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ദാറ്റ് ഈസ് വീക്ക് 1 ആണ്. എൻമോസും പിമോസും കമ്പയർ ചെയ്യുമ്പോൾ എൻമോസ് സ്ട്രോങ് 0 പാസ് ചെയ്യുന്നുണ്ട്, പിമോസ് സ്ട്രോങ് 1 പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഡിസഡ്വാൻറ്റേജ് കോമ്പൻസേറ്റ് ആവും. പിമോസ് സ്ട്രോങ് 1 പാസ് ചെയ്യും, എൻമോസ് സ്ട്രോങ് 0 പാസ് ചെയ്യും. അപ്പൊ അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. സ്ട്രക്ചറും വർക്കിംഗും എഴുതുമ്പോൾ അത് എഴുതാം. കാരണം ഇതൊരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ചുകൂടെ എഴുതണമല്ലോ. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ വന്നത്? ഇംപ്ലിമെന്റ് ഒരു മൾട്ടിപ്ലക്സർ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ആ മൾട്ടിപ്ലക്സർ എന്താണെന്നൊക്കെ എഴുതുക. 4 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ഉള്ള ഒരു മൾട്ടിപ്ലക്സർ. അതിന്റെ ലോജി ഫംഗ്ഷൻ ഒക്കെ നമുക്ക് എഴുതാൻ അറിയാലോ. ലോജി ഫംഗ്ഷൻ ഒക്കെ എഴുതുക. ഓക്കെ. അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എന്താണ്? ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റേഷൻ ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ 4 ഇൻപുട്ട് എന്താണ്? I0, I1, I2, I3 ആയിരുന്നു. നമുക്ക് 0 0 ആണെങ്കിൽ A ബാർ B ബാർ ആണെങ്കിൽ I0 പാസ് ചെയ്യും. 0 1 A ബാർ B ആണെങ്കിൽ I1 പാസ് ചെയ്യും. 1 0 A B ബാർ ആണെങ്കിൽ I2 പാസ് ചെയ്യും. 1 1 A B ആണെങ്കിൽ I3 പാസ് ചെയ്യും. ഇതല്ലേ നമ്മുടെ മൾട്ടിപ്ലക്സർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമുക്ക് A ബാർ B ബാർ ആണെങ്കിൽ എൻമോസിന്റെ ഗേറ്റിലേക്കാണ് A ബാറും B ബാറും കൊടുക്കേണ്ടത്. ഈ ബബിൾ ഉള്ള ടൈമിൽ എന്തായിരിക്കും? ഇതിന്റെ റിവേഴ്സ് എന്താണോ അത് നമ്മൾ ലാസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ആദ്യം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഇൻപുട്ട് എന്താണോ അത് എൻമോസിന്റെ ഗേറ്റിലേക്ക് കൊടുക്കുക. സോ A ബാർ B ബാർ ഇൻറ്റു I0 എന്നുള്ള ടൈമിന് ഇവിടെ A ബാർ കൊടുക്കുക, ഇവിടെ B ബാർ കൊടുക്കുക, I0 കൊടുക്കുക. അപ്പൊ ഇത് രണ്ട് ടൈമിലും A ബാർ കോമൺ ഉള്ളതുകൊണ്ടാണ് A ബാർ കോമൺ ആയിട്ട് വരച്ചത്. ഇവിടെ രണ്ട് ടൈമിലും A കോമൺ ആയതുകൊണ്ട് കോമൺ ആയിട്ട് A വരച്ചു. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇത് മനസ്സിലാകാത്തവർ നിങ്ങൾ ആ ക്ലാസ് പോയി കണ്ടാൽ മതി കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു ആ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സ്ട്രക്ചറിന് മാർക്ക് ഉണ്ടാവും, അതുപോലെ വർക്കിംഗ് എഴുതാൻ മാർക്ക് ഉണ്ടാവും. കൂടുതൽ മാർക്ക് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും കേട്ടോ. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇംപ്ലിമെന്റ് ദ ഫംഗ്ഷൻ U is equal to A bar B plus AB bar and V is equal to AB plus A bar B bar using complementary pass transfer logic. കോംപ്ലിമെന്ററി പാസ് ട്രാൻസ്ഫർ ലോജിക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ഫംഗ്ഷനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു കോംപ്ലിമെന്ററി പാസ് ട്രാൻസ്ഫർ? നമുക്ക് ഫംഗ്ഷനും കിട്ടും. ഇനി ഇൻപുട്ട് ഇൻവേഴ്സ് ചെയ്ത് കൊടുത്താൽ ഇവിടെ A ബാർ ആണ്, A ബാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സും കിട്ടും. അതാണ് കോംപ്ലിമെന്ററി പാസ് ട്രാൻസ്ഫർ ലോജിക്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? A ബാർ B പ്ലസ് AB ബാർ ആണ്. ഇതെന്താണ്? എക്സോറിന്റെ ഫംഗ്ഷൻ ആണ്. AB പ്ലസ് A ബാർ B ബാർ എന്താണ്? എക്സ്നോറിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സിമ്പിൾ ഒരു ഒറ്റ ഡയഗ്രാം വരച്ചാൽ മതി. ഇതിന്റെ ഇൻവേഴ്സ് അല്ലേ ഇത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടും. സോ ആദ്യം A ബാർ B പ്ലസ് AB ബാർ ആണ്. അപ്പൊ A ബാർ B ഇവിടെ വരച്ചിട്ടുണ്ട്, പ്ലസ് എന്താണ്? AB ബാറും കിട്ടിയിട്ടുണ്ട്. അടുത്ത എന്താണ്? AB പ്ലസ് A ബാർ B ബാർ. A ബാർ B ബാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, AB ഇവിടെയുണ്ട്. രണ്ട് ഫംഗ്ഷനും ആയില്ലേ. അപ്പൊ ഇത്രയും വരയ്ക്കാനേ ഉള്ളൂ. ഇതിന്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു വൈ PMOS ട്രാൻസിസ്റ്റർ ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് 1 ആൻഡ് NMOS ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് 0. നമ്മൾ കുറെ നേരമായിട്ട് പറയുന്ന ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ പലയിടത്തും ചോദിക്കാം. ഞാൻ ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് ചോദിച്ചാലും ഇതിന്റെ ആൻസർ എഴുതാണ്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ എക്സാമിന്. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഈ കോൺസെപ്റ്റ് എവിടെയെങ്കിലും ഒക്കെ എഴുതാൻ പറ്റും. പാസ് ട്രാൻസ്ഫർ ലോജിക്കിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ എഴുതാം, ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എഴുതാം, PMOS NMOS ട്രാൻസിസ്റ്റർ പാസ് ട്രാൻസ്ഫർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ NMOSന്റെ BMOSന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. എന്ത് പറഞ്ഞാലും
പറഞ്ഞാലും എന്താണ് ഇതാണ് ആൻസർ എഴുതേണ്ടത്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ എഴുതിയാൽ മതി. അപ്പൊ ഈ ഡയഗ്രാം ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇതിന് നല്ലത്. ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ്, പി മോസ് ട്രാൻസിസ്റ്റർ സ്ട്രോങ് 1 പാസ് ചെയ്യുന്നത്, എൻ മോസ് സ്ട്രോങ് 0 ആണ് പാസ് ചെയ്യുന്നത്, അതിന്റെ റീസൺ ആണ് ചോദിച്ചത്. അപ്പൊ ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു കപ്പാസിറ്ററിലെ വാല്യൂ ഡിസ്ചാർജ് ആണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ലോജിക് 0 വരുത്തണമെങ്കിൽ എന്താണ്, എൻ മോസ് ആണെങ്കിൽ VDD to 0 തന്നെ ഡിസ്ചാർജ് ആവും, കംപ്ലീറ്റ് ഡിസ്ചാർജ് ആവും. ദാറ്റ് ഈസ് നമുക്ക് സ്ട്രോങ് 0 ആണ് കിട്ടുക. ബട്ട് പി മോസ് ആണെങ്കിൽ എന്താണ്, ഇത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആവില്ല, എന്താണ് ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും, അപ്പോഴേക്ക് ഇത് പി മോസ് ഓഫ് ആയി പോകും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. അപ്പോൾ സ്ട്രോങ് 0 ആണ് ഇത് വീക്ക് 0 ആണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എൻ മോസ് ആണെങ്കിൽ വീക്ക് 1 ആണ്, VDD മൈനസ് VTN വരെ ചാർജ് ചെയ്യുന്നുള്ളൂ. ബട്ട് പി മോസ് ആണെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് VDD വരെയും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ഇതെന്താണ്, എൻ മോസ് എന്താണ് സ്ട്രോങ് 0 ആണ്, ബട്ട് പി മോസ് എന്താണ് വീക്ക് 0 ആണ്. ഇത് എൻ മോസ് വീക്ക് 1 ആണ്, ബട്ട് പി മോസ് എന്താണ് സ്ട്രോങ് 1 ആണ്. അപ്പൊ ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആവും. ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഈ ഡയഗ്രാം ആണ് നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം. അതുകൊണ്ട് ഇത് തന്നെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് 2019 ഡിസംബർ സപ്ലി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എൻമോസ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എൻമോസ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഒരു ബേസിക് ഡയഗ്രാം വരയ്ക്കുക. ഏത് സർക്യൂട്ട് ഒന്നും ചോദിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റേഷൻ ഒരു എക്സാമ്പിൾ എഴുതുന്നതോടെ നല്ലതായിരിക്കും. ഒന്നുകിൽ ആ ജനറൽ ഡയഗ്രാം വരയ്ക്കുക, പ്ലസ് എന്തെങ്കിലും ഒരു ആൻഡിന്റെ ഫംഗ്ഷനോ ഒരു ആഡറിന്റെ ഫംഗ്ഷനോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം കൂടെ വരച്ചാൽ നല്ലതായിരിക്കും. കാരണം 8 മാർക്കിന്റെ ക്വസ്റ്റൻ അല്ലേ. പിന്നെ ചോദിച്ചത് എന്താണ്, ഡിസ്കസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കമന്റ് ഓൺ ഡ്രോബാക്ക്. അപ്പൊ എൻമോസ് പാസ് ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് ചോദിച്ചത്. ആദ്യം എന്റെ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുക, എന്റെ ജനറൽ ഡയഗ്രാം കൂടി വരയ്ക്കുക. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, എൻമോസ് വീക്ക് 1 പാസ് ചെയ്യുക, സ്ട്രോങ് 0 ആണ് പാസ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അത് തന്നെ വീണ്ടും. പിന്നെ കമന്റ് ഓൺ ഡ്രോബാക്ക്. ഇതിന്റെ എന്താണ്, പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ ഡ്രോബാക്ക് എന്താണ്, നമ്മളൊരു പാസ് ട്രാൻസിസ്റ്റർ എൻമോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗേറ്റിലേക്ക് ഹൈ കൊടുത്തു, എൻമോസ് ഓൺ ആയി, ഈ VDD ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. ബട്ട് VDD ഇവിടെ എത്തുമ്പോൾ VDD മൈനസ് VTN വരെ പാസ് ആവുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് വീക്ക് 1 ആണ് കിട്ടുക. അപ്പൊ എന്താ, നമ്മളൊരു കാസ്കേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വേറൊരു പാസ് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ യൂഷ്വലി എന്താണ്, ഇൻപുട്ട് VDD ആണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് VDD മൈനസ് VTN ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ. അപ്പൊ അടുത്ത സ്റ്റേജിലേക്കുള്ള ഇൻപുട്ടിൽ കുറവൊന്നില്ലേ, പിന്നെ അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അതിന്റെ അടുത്ത സ്റ്റേജിൽ. ഇങ്ങനെ കാസ്കേഡിന്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച് എന്താണ്, ഇവിടുത്തെ ത്രെഷോൾഡ് വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേജിൽ ഇപ്പൊ ആദ്യത്തെ സ്റ്റേജിലെ ഔട്ട്പുട്ടിൽ VDD മൈനസ് VTN ആണെങ്കിൽ അടുത്ത സ്റ്റേജിൽ എന്തായിരിക്കും, VDD മൈനസ് VTN മൈനസ് VTN ഇങ്ങനെ പോകും ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും. അപ്പൊ അതാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന് ഡിസഡ്വാൻറ്റേജ്. നമുക്ക് വീക്ക് 1 ആയതുകൊണ്ട് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പാസ് ചെയ്യുമ്പോൾ വീക്ക് 1 ആണ് പാസ് ചെയ്യുക. അതാണ് എന്റെ ഡ്രോബാക്ക്. അപ്പൊ 8 മാർക്കിനാണ് ചോദിച്ചത്. അപ്പൊ എൻമോസ് പാസ് ട്രാൻസിസ്റ്റർ വിത്ത് എക്സാമ്പിൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എൻമോസ് വീക്ക് 1 ആണ്, സ്ട്രോങ് 0 ആണ്, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജും അത് തന്നെ അത് എഴുതുക. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് റിയലൈസ് ആൻഡ് എക്സോർ ഗേറ്റ് യൂസിങ്. ഈ 3 എണ്ണം. ഈ എക്സോർ ഗേറ്റ് നമുക്ക് CMOS ലോജിക്ക് വെച്ച് ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കും ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്കും. അപ്പൊ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് വെച്ചും ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്ക് വെച്ചും എക്സോർ ഗേറ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന്റെ വീഡിയോ കണ്ടു നോക്കുക. CMOS ലോജിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു CMOS ആഡർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് CMOS ലോജിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫുൾ ആഡർ ഇംപ്ലിമെന്റേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ CMOS ലോജിക്ക് എന്ന് വെച്ചാൽ എന്താണ്, അതിൽ NMOS ഉണ്ടാവും, PMOS ഉണ്ടാവും. NMOS പുൾ ഡൗൺ ആണ്, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. PMOS പുൾ അപ്പ് ആണ്, VDDയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമുക്കൊരു A×B എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് വേണ്ടതെങ്കിൽ, AB എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് വേണ്ടതെങ്കിൽ NMOS സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, PMOS പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഈ പ്ലസ് എന്നുള്ള ടൈം ആണെങ്കിൽ നേരെ തിരിച്ച്. ആ ഒരു ഐഡിയയിലാണ് CMOS ലോജിക്ക് വരയ്ക്കുക. ഒരു ഫുൾ ആഡറിന്റെ ഒരു വലിയൊരു ലോജിക് ഫംഗ്ഷൻ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ CMOS ലോജിക്ക് ഇവിടെ എക്സോർ ഗേറ്റും വരച്ചാൽ മതി. പിന്നെ ഈ CMOS ലോജിക്ക് ആക്ച്വലി നമ്മളിപ്പോ 3 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ 3 ക്വസ്റ്റ്യൻ വന്ന ഈ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്, കോംപ്ലിമെന്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്, ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്കിൽ നിന്ന് 3 ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയാണ് കേട്ടോ. ആ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ വേണമെങ്കിലൊക്കെ മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ്, പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഇത്രയാണ് ആ മൊഡ്യൂൾ 4 മാത്രം ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞു. മൊഡ്യൂൾ 4 ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ആ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് CMOS ലോജിക് ഇംപ്ലിമെന്റേഷൻ. ഒരു ഫംഗ്ഷൻ തരും, അത് CMOS ലോജിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ 2019 ഡിസംബർ സപ്ലി അല്ലേ, അവിടെ CMOS ലോജിക്കിൽ എക്സോറും വരയ്ക്കാനുണ്ടായിരുന്നു, പ്ലസ് അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ CMOS ലോജിക്കിന് എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും ഒരു ഐഡിയ ആക്കിയിട്ട് നിങ്ങൾ പൊക്കോളൂട്ടോ. നിങ്ങൾക്ക് ഒരു 5 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ചോദിച്ചത്. ഫസ്റ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റിയലൈസ് ദ ഫംഗ്ഷൻ F = AB bar C plus AC into DE plus A bar B. ഇതൊരു CMOS ലോജിക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യാണ്. അടുത്ത 2019 ചോദിച്ച ഇതാണ്, അടുത്ത സപ്ലിക്ക് ചോദിച്ച ഇതാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരു എക്സാമ്പിളിന്റെ ഡയഗ്രാം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി രണ്ടെണ്ണം ഒന്ന് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫുൾ ആഡർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും കേൾക്കുക, ഇതും കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. എങ്ങനെയാണ് CMOS ലോജിക് ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നിങ്ങൾ തനിയെ ഇത് രണ്ടും വരച്ചു നോക്കുക. ഈ രണ്ട് ഡയഗ്രാം ഫുൾ ആഡറിന്റെ ആ ലോജിക് ഫംഗ്ഷൻ വെച്ചിട്ട് തനിയെ ഒന്ന് വരയ്ക്കുക. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡയഗ്രവും തനിയെ വരച്ചു നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടെണ്ണം നിങ്ങൾ തനിയെ വരച്ചു നോക്കുക. വരച്ചിട്ട് നിങ്ങൾക്ക് ഇനി കറക്റ്റ് ആണോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ കറക്റ്റ് ആണോ ഇല്ലയോ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. AB+C×A+D ദ ഹോൾ ബാർ ഉണ്ട് കേട്ടോ. ഹോൾ ഫംഗ്ഷൻ ബാർ ആയിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ലാസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം A×B എന്നുള്ളൊരു ഫംഗ്ഷൻ വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പുൾ ഡൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ NMOS ആണ്, ഈ സെക്ഷനിൽ PMOS ആണ്. അപ്പൊ നമ്മൾ ആദ്യം NMOS വരയ്ക്കാം. NMOS വരയ്ക്കണമെങ്കിൽ A×B എന്നാണ്. A×B എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് NMOSനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, A ഇൻപുട്ട് കൊടുത്ത് NMOS വരയ്ക്കുക, സീരീസ് ആയിട്ട് B ഇൻപുട്ട് കൊടുത്ത് NMOS വരയ്ക്കുക. അപ്പൊ ഇവിടെ എന്തായി ഫംഗ്ഷൻ A×B ആയി. കാരണം ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ പ്രോഡക്റ്റ് ആണ് കിട്ടുക, A×B ആയി. അത് ഓർത്താൽ മതി. രണ്ടും ഓൺ ആയി കഴിഞ്ഞാലല്ലേ നമ്മളൊരു ആൻഡ് എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ച് ആയിട്ട് എങ്ങനെ വിചാരിക്കുക, രണ്ടും ഹൈ ആകുമ്പോൾ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ എന്നല്ലേ. അപ്പൊ അത് അതേപോലെ ഓർത്താൽ മതി. നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം ആൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ബട്ട് ഓർ ആണെങ്കിൽ എയ്തർ വൺ അല്ലേ, അപ്പൊ നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ NMOSനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. A×B, A ഇൻപുട്ട് കൊടുത്തു, B ഇൻപുട്ട് കൊടുത്തു, AB കിട്ടി. ഇനി AB+ ആണ് ഈ ഹോൾ ടൈം. പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്, പാരലൽ ആണ്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് വേണം ആ ഹോൾ ടൈം വരയ്ക്കാൻ. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് വന്നു. ഇവിടെ എന്താ ഉള്ളത്, C, പാരലൽ ആയിട്ട് C വരച്ചു. അപ്പോ A×B + C എന്നായി. ഇനി C×A+D ഇതാണ്. C ഇൻറ്റു എന്ന് വരുമ്പോൾ എന്താ വരയ്ക്കേണ്ടത്, C ന്ന് സീരീസ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ C ഇൻറ്റു ആയി. പിന്നെ എന്താണ്, A+D. A+D എന്ന് വെച്ചാൽ എന്താണ്, പാരലൽ ആയിട്ട് വരയ്ക്കുക. Aയും Dയും പാരലൽ ആയിട്ട് വരയ്ക്കുക. അപ്പൊ ഇത്രയും ഫംഗ്ഷൻ ആയില്ലേ. അപ്പൊ ഇവിടെ എന്താണ്, A×B + C×A+D എന്നായി. ഓക്കെ, ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് PMOS വരയ്ക്കണം. അപ്പൊ ഇവിടെ AB സീരീസ് ആണെങ്കിൽ ഇവിടെ AB എന്താണ്, പാരലൽ ആയിട്ട് വരയ്ക്കുക. അപ്പൊ A×B ആയി. ഇനി A×B+ എന്ന് പറയുമ്പോൾ സീരീസ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ പാരലൽ ആയിട്ട് വരച്ച സീരീസ് ആയിട്ട് വരയ്ക്കുക. സോ A×B + സീരീസ് ആയിട്ട് C. ഇനി ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്, പാരലൽ ആയിട്ട് എന്താണ്, A+D. A+D എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് സീരീസ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ വരച്ചിട്ട് നേരെ തിരിച്ചടിച്ചാൽ മതി. ഇവിടെ Aയും Bയും സീരീസ് ആണ്. അപ്പൊ ഇവിടെ Aയും Bയും പാരലൽ വരയ്ക്കുക. ഇതിന് പാരലൽ ആയിട്ടാണ് C, സോ ഇതിന് സീരീസ് ആയിട്ട് Cക്ക് സീരീസ് ആയിട്ടാണ് പാരലൽ ആയിട്ട് A+D വരച്ചത്. സോ ഈ Cക്ക് പാരലൽ ആയിട്ട് A+D സീരീസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ കിട്ടും. ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ് എന്ത് ഫംഗ്ഷൻ വന്നാലും ഇങ്ങനെ വരയ്ക്കുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആക്ച്വലി NMOSനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, PMOSനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നാൻഡ് ഫംഗ്ഷൻ ആണ്. CMOS നാൻഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ CMOS ആഡർ എന്നുള്ളൊരു വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ CMOS നാൻഡ്, CMOS NOR, CMOS ആഡർ ഇത്രയും സാധനങ്ങളും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, NMOS സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, PMOS പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, നാൻഡ് ആണ് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ ആൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നാൻഡിന്റെ ഫംഗ്ഷൻ വെച്ചാണ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. ഇത് സീരീസ് ആകുമ്പോൾ നാൻഡ് ആണ് വരിക, ഇത് പാരലൽ ആകുമ്പോൾ NOR ആണ് വരിക. അപ്പൊ നമ്മൾ യൂഷ്വലി എപ്പോഴും പറയാറുള്ള എന്താണ്, നമ്മൾ ഇതേ ലോജിക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിന് എന്താണ്, ഒരു CMOS ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി ബാർ ടൈമായി ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. ഇനി ഇവിടെ ഈ ബാർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു CMOS ഇൻവെർട്ടർ വരയ്ക്കുക. CMOS ഇൻവെർട്ടർ വരയ്ക്കാൻ അറിയില്ലേ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് നേരെ ഒരു CMOS ഇൻവെർട്ടർ വരച്ചാൽ നമുക്ക് ഫംഗ്ഷൻ ആയി. ഇപ്പൊ ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. NMOS സീരീസ് ആണെങ്കിൽ പ്രോഡക്റ്റ് ആണെന്ന് മാത്രം ഓർത്താൽ മതി, ബാക്കിയെല്ലാം തിരിച്ചിരിച്ച് ഓർക്കുക. എന്നിട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പുൾ ഡൗൺ ആയിട്ട് വരയ്ക്കുക. പിന്നെ PMOSന്റെ വരച്ചു തുടങ്ങുമ്പോൾ ഇവിടെ മേലേന്ന് വരച്ചു തുടങ്ങാം കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് കിട്ടണം ഹോൾ ടൈമിന്റെ. അപ്പോൾ ഇവിടുന്ന് വരച്ചു തുടങ്ങണം, ഇവിടുന്ന് വരച്ചു തുടങ്ങരുത്, PMOS ഇവിടുന്ന് വരച്ചു തുടങ്ങുക. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ ഫംഗ്ഷനും കൂടെ വരയ്ക്കുക. ഇവിടെ B ബാർ എന്ന് പറയുമ്പോൾ B ബാർ ഇൻപുട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹോൾ ബാർ ഇല്ല. ഹോൾ ബാർ ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, CMOS ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ഹോൾ ബാർ ആണെങ്കിൽ ആ CMOS ഇൻവെർട്ടറിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യൻ, 2018 മെയ്, 2019 മെയ്, പിന്നെ 2019 ഡിസംബർ, ഇത്രയും 3 ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ 3 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നോക്കിയാൽ അറിയാം CMOS ലോജിക്കിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട്. പിന്നെ NMOS എന്തുകൊണ്ടാണ് വീക്ക് 1 ആവുന്നത്, PMOS എന്താണ് വീക്ക് 0 ആവുന്നുള്ള കാര്യം പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യന്റെയും ആൻസർ ആയിട്ട് എഴുതാം. പിന്നെ പാസ്റ്റ് ആൻസർ ലോജിക്, കോംപ്ലിമെന്ററി പാസ്റ്റ് ആൻസർ ലോജിക്കിന്റെ ഒക്കെ ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്കും ഇംപ്ലിമെന്റേഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്നുകിൽ മൾട്ടിപ്ലക്സർ അല്ലെങ്കിൽ XOR ഇത്രയൊക്കെ ചോദിച്ചുള്ളൂ. ഇതിന്റെ വേറെ ഒരു ക്വസ്റ്റ്യനും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത് തന്നെ ചോദിച്ചാൽ മതി. ഇനി അല്ലാണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും എൻകോഡറോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും നിങ്ങൾ ഡിജിറ്റലി പഠിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു ഐഡിയയിൽ വരച്ചാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്. ബേസിക് ഫംഗ്ഷൻ തന്നെ ചോദിക്കാറുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ മൊഡ്യൂളിൽ ഇത് പഠിച്ച
പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് പാർട്ട് ബിയിൽ ഒരു 15 മാർക്സ് കിട്ടില്ലേ, ആ 15 മാർക്സ് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇംപ്ലിമെന്റേഷൻ ഡയഗ്രം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്കൊന്നും കുറയില്ല. കംപ്ലീറ്റ് മാർക്ക്, ഒരു സിമ്പിൾ മൊഡ്യൂളാണ്. ഇത്രയും കാര്യം അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യേണ്ടതാണ്. എന്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും VLSA ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ അറിയാത്തത് അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.